അതായത് PV അൻവർ ആയതുകൊണ്ട് തോറ്റു ഞാൻ പറഞ്ഞില്ല. കൈപ്പത്തി ചിഹ്നമോ കോണി ചിഹ്നമോ ആയിരുന്നെങ്കിൽ PV അൻവർ ആയാലും ജയിച്ചിരുന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് എന്റെ പാർട്ടിക്കകത്തെ പ്രവർത്തകർ എന്നോട് ഷെയർ ചെയ്ത അഭിപ്രായം ഞാൻ പങ്കുവെച്ചത് മാത്രം, അതിലപ്പുറം മറ്റൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ ഓരോ ദിവസവും ഓരോ കഥകളാണ്. എന്നാൽ ബേപ്പൂരിലെ തോൽവിയെക്കുറിച്ച് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ നടത്തിയ ഒരു പരാമർശം മുൻനിർത്തി എന്നെ സ്വന്തം മുന്നണിക്കാർ പിന്നിൽ നിന്ന് കുത്തി തോൽപ്പിച്ചു എന്ന് PV അൻവർ ഇപ്പോൾ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത്ഭുതമാണ്. ജനവിധി വന്ന് പുതിയ സർക്കാർ അധികാരത്തിലെത്തി 100 ദിവസം തികയുന്ന ഈ വേളയിൽ ഇത്തരം ആരോപണങ്ങൾ വീണ്ടും മുന്നിലേക്ക് വരുന്നതാണ് ഇതിലെ പ്രധാന കൗതുകം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന തത്വം പരിശോധിച്ചാൽ ഇതിലെ പൊരുത്തക്കേട് വ്യക്തമാകും. അൻവർ ബേപ്പൂരിൽ മത്സരിച്ചത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിലല്ല, മറിച്ച് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. അങ്ങനെയിരിക്കെ പ്രചരണത്തിനിടെ VD സതീശൻ അൻവർ ജയിച്ചാൽ ബേപ്പൂരിനൊരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞത് കേട്ട് മുന്നണിയിലെ ഏതോ നേതാക്കൾക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമെന്ന പേടി വന്ന് തന്നെ തോൽപ്പിച്ചതാണ് എന്ന അൻവർ ചിന്തിക്കുന്നത് കേവലം അദ്ദേഹത്തിന്റെ ഒരു സങ്കല്പം മാത്രമാണ്. കോൺഗ്രസ് പോലൊരു വലിയ പ്രസ്ഥാനം ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം തന്ത്രങ്ങൾ മെനഞ്ഞു നടന്നു എന്ന് പറയുന്നതിൽ രാഷ്ട്രീയമായി യാതൊരു യുക്തിയുമില്ല. യഥാർത്ഥത്തിൽ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞത് മുന്നണിയുടെ ഒരു സംഘടനാപരമായ ഒരു വിലയിരുത്തൽ മാത്രമാണ്. പാർട്ടിയുടെ സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ ജയിക്കാമായിരുന്നു എന്ന സാധാരണ പ്രവർത്തകരുടെയും പാർട്ടി നേതൃത്വത്തിന്റെയും വികാരമാണ് അദ്ദേഹം പങ്കുവച്ചത്. അതിനെയാണ് തനിക്കെതിരെയുള്ള വലിയൊരു ചതിയായി അൻവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഭരണപക്ഷത്തിനെതിരെ താൻ ശക്തമായി പോരാടിയെന്ന് അവകാശപ്പെടുമ്പോഴും സ്വന്തം മണ്ഡലത്തിലുണ്ടായ തോൽവിയുടെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത് രാഷ്ട്രീയത്തിൽ അത്ര നല്ല കീഴ്വഴക്കമല്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇത്രയും നാളുകൾക്ക് ശേഷം ഉയർന്നു വന്ന ഈ ചതിക്കപ്പെട്ടു എന്ന വിലാപം കോൺഗ്രസ് നേതൃത്വത്തെ ബാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഇത് ആളുകൾ രസകരമായി ചർച്ച ചെയ്യുന്ന ഒന്നാന്തരം ഒരു വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതായത് PV അൻവർ ആയതുകൊണ്ട് തോറ്റു ഞാൻ പറഞ്ഞില്ല. കൈപ്പത്തി ചിഹ്നമോ കോണി ചിഹ്നമോ ആയിരുന്നെങ്കിൽ PV അൻവർ ആയാലും ജയിച്ചിരുന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് എന്റെ പാർട്ടിക്കകത്തെ പ്രവർത്തകർ എന്നോട് ഷെയർ ചെയ്ത അഭിപ്രായം ഞാൻ പങ്കുവെച്ചത് മാത്രം, അതിലപ്പുറം മറ്റൊന്നുമില്ല. അത് ഞാൻ അതിനെക്കുറിച്ച് ഇതൊരു നോൺ ഇഷ്യൂ ആണ്. ഒരു ഇഷ്യൂ ആക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എടുത്തു പറയുന്നു, ആരെയും വേദനിപ്പിക്കാനും വിഷമിക്കാനും പറഞ്ഞല്ല. ഇലക്ഷന് ശേഷം ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള പ്രവർത്തകർ സംസാരിച്ചപ്പോൾ കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പങ്കുവെച്ച അഭിപ്രായമാണ്. ഇത്രയേ ഉള്ളൂ. അതിൽ PV അൻവറിനെ മോശമാക്കിയിട്ടില്ല. PV അൻവർ ആയതുകൊണ്ട് തോറ്റു പറഞ്ഞില്ല. കൈപ്പത്തിയോ കോണിയോ ആയിരുന്നെങ്കിൽ PV അൻവർ ആയാലും ജയിച്ചേന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിലപ്പുറം അല്ല, അത് ഓരോരുത്തർ രീതിയല്ലേ, ഞാൻ കുറ്റപ്പെടുന്നില്ല. അയാൾ ഞങ്ങൾക്ക് അടുത്ത സുഹൃത്താണ്. അല്ല, ചില അഭിപ്രായങ്ങൾ ഞാനുമായി പങ്കുവെച്ചിരുന്നു, അത് സത്യമാണ്. പക്ഷെ അത് ഇത്ര ഒരു കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വിളിച്ചിരുന്നു. ഞങ്ങളൊക്കെ തമ്മിൽ ഇപ്പോഴും നല്ല സൗഹൃദമാണ്, നല്ല സുഹൃത്തുക്കളാണ്. ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 29,000 വോട്ട് എങ്ങനെ 7,000 ആയില്ലേ? 29,000 വോട്ടിന് തോറ്റെടുത്തല്ലേ നമ്മൾ 7,000 ആയില്ലേ? അത് കോൺഗ്രസ് ലീഗും പ്രവർത്തിക്കാൻ സാധിക്കുമോ? സാധിക്കില്ലല്ലോ. അതെ, അല്ല, മറ്റു പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ഇത്ര ഇല്ലായിരുന്നല്ലോ. കോഴിക്കോട്ട് മറ്റൊരു ഇത്ര ഭൂരിപക്ഷം ഉണ്ടായില്ല. ഇനി എന്തായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ പറഞ്ഞതല്ല. കൈപ്പത്തിയോ കോണിയോ ആയിരുന്നെങ്കിൽ ജയിച്ചേനെ എന്നുള്ള ഇലക്ഷന് ശേഷമുള്ള ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ പങ്കുവെച്ച അഭിപ്രായം ഞാൻ അവിടെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതല്ലേ ഞാൻ പറഞ്ഞത്. ആ പരിശോധനയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അറിവാണ് പങ്കുവെച്ചത്. കോൺഗ്രസിന് കിട്ടിയ അഭിപ്രായം പങ്കുവെച്ചത് മാത്രം. മറ്റൊന്ന്, ഈ PV അൻവർ പറയുന്നത്, അതായത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയായ VD സതീശൻ അന്ന് അവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു മന്ത്രിസ്ഥാനം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തകർക്കിടയിൽ വലിയ മാറ്റം വരികയും തോൽപ്പിക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള വാസ്തവമുണ്ടോ? അല്ല, അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹവുമായി ഞങ്ങൾ ഇപ്പോഴുമുള്ള നല്ല സൗഹൃദമാണ്. UDFന്റെ അസോസിയേറ്റ് അംഗമാണ്. ആ നിലയ്ക്ക് സ്നേഹവും ബഹുമാനവും ഇഷ്ടമുണ്ട്. വ്യക്തിപരമായ എൻ്റെ സുഹൃത്താണ്. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ പറയുന്നു, എൻ്റെ പാർട്ടിക്കകത്ത് നിന്നും എനിക്ക് കിട്ടിയ അഭിപ്രായം ഞാനൊന്ന് പങ്കുവെച്ചു. അത് ഞാനല്ലേ പങ്കുവെക്കേണ്ട ആള്. അതിലെടുക്കണം. അതിൽ PV അൻവർ അവമാനിക്കുന്ന ഒരു വാക്കില്ല. കൈപ്പത്തിയോ കോണിയായിരുന്നു ജയിച്ചേനെ. ഇപ്പൊ കൈപ്പത്തിയോ കോണിയായിരുന്നെങ്കിൽ അൻവർക്കാണെങ്കിൽ ജയിക്കുന്നല്ല ഞാൻ പറഞ്ഞ അർത്ഥം. അല്ല, അത് ഞാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അതേ സ്ഥലത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റിദ്ധാരണ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ സൗഹൃദക്കുറവൊന്നുമില്ല, ഒരു പ്രശ്നവും ഞങ്ങളുമില്ല, ഉണ്ടാവാൻ പോകുന്നില്ല. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ, ഇപ്പോൾ ശ്രദ്ധിക്കാം. കൈപ്പത്തിയോ കോണിയോ ആയ ചിഹ്നത്തിലാണ് മത്സരിച്ചെങ്കിൽ ജയിച്ചേനെ. അത് അദ്ദേഹത്തിന് ബാധകല്ലേ?
അതിലപ്പുറം വ്യക്തിപരമായി അദ്ദേഹത്തെ മോശപ്പെടുത്തി അൻവർ ആയതും കൊണ്ട് തോറ്റു ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത്രേ പറഞ്ഞുള്ളൂ. UDF കേന്ദ്രങ്ങളിലായിരുന്നു വോട്ട് കുറഞ്ഞിരുന്നത്. അല്ല, ഞങ്ങൾ പറയല്ലോ ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താണ് ഞങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഞങ്ങൾക്കെല്ലാം ഒരു കിട്ടിയ ഫീഡ്ബാക്ക് ബേപ്പൂരിൽ ഇത്തവണ കൈപ്പത്തിയോടും കോണിയോടും മത്സരിച്ചിട്ട് ജയിച്ചേനെ. ഇപ്പൊ എനിക്കറിയാം എന്റെ 12 നിമിഷം കാരണം കൈപ്പത്തി ചിഹ്നമായതുകൊണ്ടാണ്. അപ്പൊ ആ ചിഹ്നത്തോടൊരു വല്ലാത്ത ഭ്രമം ഇത്തവണ കോഴിക്കോട്ടെ വോട്ടർമാർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ പ്രതിഫലനം ബേപ്പൂരിലും കണ്ടെന്ന് പറഞ്ഞുള്ളൂ. UDF കേന്ദ്രങ്ങളിലാണ് വോട്ട് കുറഞ്ഞത് ബേപ്പൂരില്. അങ്ങനെയൊന്നും തോന്നില്ല, അതൊക്കെ വെറുതെ പറയണ്ട. അല്ല, അങ്ങനെയാണെങ്കിൽ LDF തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്ത സ്ഥലങ്ങളിലാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് കുറഞ്ഞിട്ടുള്ളത്. അപ്പം അതിലൊരു പഠനം നടത്തുമെന്ന് പറഞ്ഞാൽ പഠനം പൂർത്തിയായോ? അതിന്റെ റിപ്പോർട്ട് വന്നോ? അല്ല, അതിന്റെ കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷെ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രവർത്തകർ പങ്കുവെച്ച അഭിപ്രായമാണ് ഞാനൊരു സ്വകാര്യ വേദിയിൽ പാർട്ടി വേദിയിൽ പറഞ്ഞത്. എന്താ സംശയം? UDFന്റെ ഭാഗമെന്നിടത്തോളം കാലം അദ്ദേഹമായി സഹകരിക്കും. അതെല്ലാം മുകളിൽ തീരുവേണ്ട കാര്യങ്ങളല്ലേ, അതൊന്നും ഇവിടെയുള്ള കാര്യമല്ലോ. ഞാൻ പറഞ്ഞല്ലേ, അതായത് UDFന്റെ അസോസിയേറ്റ് അംഗമായിരിത്തോളം കാലം PV അൻവറുമായി സഹകരിക്കും, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞല്ലേ, വ്യക്തിപരമായി ഞങ്ങൾ നല്ല സൗഹൃദമാണ്. അദ്ദേഹത്തെ അവമാനിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇതൊരു നോൺ ഇഷ്യൂ ആണ്, ഇഷ്യൂ ആക്കരുത്. ഏതായാലും അദ്ദേഹം തോറ്റത് കൊണ്ടല്ലോ കോഴിക്കോട് മന്ത്രിയില്ലാതെ പോയത്, അതെല്ലാവർക്കും അറിയാലോ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ പ്രതികരിച്ചതിന്റെ എല്ലാ അർത്ഥത്തിലും തിരിച്ച് പ്രതികരിക്കൽ ഒരു DCC പ്രസിഡന്റിനും ഭരണകക്ഷി MLA ക്ക് സാധിക്കില്ല, അത്ര തന്നെ.